തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ കന്യാകുമാരി ജില്ല. അവിടെ കുളച്ചൽ, തിരുവിതാംകോട്, തക്കല, മണ്ടേ മാർക്കറ്റ് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശത്ത് മുഴുവൻ കേരളത്തിൻ്റെ രുചികളാണ്. ആ രുചികൾ അന്വേഷിക്കുകയാണ് ഇന്ന്. അതിനുവേണ്ടി ഞാനിന്ന് പോകുന്നത് മണ്ടേ മാർക്കറ്റിലേക്കാണ്. മണ്ടേ മാർക്കറ്റിനടുത്ത് മണവിള എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരുപാട് നായർ ഫാമിലീസ് ഉണ്ട്. അവിടുത്തെ കൾച്ചർ തന്നെ വളരെ വ്യത്യസ്തമാണ്. മലയാളം പത്രവും വരുത്തും, തമിഴ് പത്രവും വരുത്തും. മലയാളം മാസികകളും വരും, തമിഴ് മാസികകളും വരും. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ രുചികളുമുണ്ട്, തമിഴ് രുചികളുമുണ്ട്. ഇപ്പോൾ രണ്ടും കൂടി ചേർന്ന് ഒരു വ്യത്യസ്തമായ അവസ്ഥയിലാണ്. ആ രുചികൾ അന്വേഷിച്ചാണ് എൻ്റെ ഇന്നത്തെ യാത്ര. Welcome to this place. അല്ല താങ്ക്സ്. ഓക്കെ. അല്ല, ഇവരുടെ മുഖത്തെ ചിരി കാണുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാവും വളരെ സന്തോഷം. കാരണം കന്യാകുമാരി ജില്ലയിൽ എനിക്ക് തോന്നുന്നു തമിഴ്നാടും കേരളത്തിൻ്റെയും സ്വഭാവം കാണിക്കും. തമിഴും മലയാളവും ഇടകലർന്ന ഭാഷയാണെന്ന് പറയും അല്ലേ? പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തമിഴൊക്കെ കാണാതെ പഠിച്ച് പ്ലാൻ ചെയ്ത് വന്നാണ് ഇവിടെ വന്നിട്ട് തമിഴ് അതെല്ലാം വേസ്റ്റ് ആയിപ്പോയി. കന്യാകുമാരി ജില്ലയിലുള്ള ആൾക്കാർ മുഴുവൻ പറയുന്നത് പച്ച മലയാളമാണ്, ശുദ്ധ മലയാളം. ഒരല്പം നീട്ടുണ്ട്. ചേച്ചി വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെയൊക്കെ വന്നതിന് സന്തോഷം. എന്തായാലും ഇതിനൊക്കെ നന്ദി പറയേണ്ട ഒരാൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ശൈലജ ചേച്ചി സാഹിത്യകാരിയാണ്, യോഗ ടീച്ചറാണ്, പിന്നെ കോളേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ പ്രവർത്തകയാണ്. പിന്നെ ചേച്ചി കൈവയ്ക്കാത്ത മേഖലകളില്ല. ഇത് എന്റെ മാമനാണ്. നമസ്കാരം. മാമന്റെ വീടാണ്. പേര് നാരായണൻ നായർ. ഇത് മാമന്റെ മകള് നന്ദിനിയാണ്. ഹലോ. നമ്മുടെ ഇന്നത്തെ നായികയാക്കിയതാണ്. മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയി നിൽക്കുകയാണ്. ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്ക് വരുന്നു വിചാരിച്ചില്ല, ടിവിയിലെ കണ്ടിട്ടുള്ളൂ. യഥാർത്ഥമായി കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. അതിന് നന്ദി പറയേണ്ടതാ. പേര്? എന്റെ പേര് വിമൽ എന്നാണ്. വിമൽ. വീട്ടിൽ അറിയപ്പെടുന്നത് പ്രിയൻ. നന്ദിനിയുടെ ഹസ്ബൻഡ്. ഒരു പ്രിയൻ കട്ടുമുണ്ട്, കണ്ണാടിയൊക്കെ വെച്ച്. അതെ, ഒരു പ്രിയദർശൻ കട്ടുമുണ്ട്. വളരെ നന്ദി. മോന്റെ പേര്? പ്രണവ്. ഇവിടെ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ശരിക്കും എന്നെ ടി വിയിൽ കാണുമ്പോഴൊക്കെ ഇദ്ദേഹത്തെ പോലെ. പേര്? ശ്രീദേവിനെ പോലെ ഇരിക്കുകയാണെന്ന് പറയുമെന്ന് പറഞ്ഞു. കമ്മലുണ്ട്. കമ്മലൊന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് നമ്മുടെ അടുത്ത നായിക. അധ്യാപികയാണ്, സൂക്ഷിച്ച് നിൽക്കണം, ദൂരോട്ട് മാറി നിൽക്കണം, തല്ലി കിട്ടും. ആണ്, BEd ടീച്ചറാണ്, BEd കോളേജിൽ ലെക്ചറാണ്. പേര്? പ്രിയ. ഇന്ന് നമ്മുടെ തമിഴ്നാട് പിന്നെ സ്റ്റേറ്റിന്റെ എന്ത് വിഭവമാണ് ഉണ്ടാക്കി തരാം, അതോ കേരളത്തിന്റെ ആണോ? തെക്കൻ തിരുവിതാംകൂറിലെ ഐറ്റമാണ് ഉണ്ടാകുന്നത്. തമിഴ്നാട് സ്റ്റൈൽ കലർന്ന് തെക്കൻ തിരുവിതാംകൂർ ഐറ്റം എന്ന് പറയാം. എണ്ണ കത്തിരിക്ക. പഴയ എണ്ണ കത്തിരിക്ക, പഴയ തിരുവിതാംകൂറിന്റെ വിഭവമാണ്. രക്ഷപ്പെട്ടു. പഴയ തിരുവിതാംകൂറിന്റെ എണ്ണ കത്തിരിക്ക. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടുന്ന് രുചി ആസ്വദിച്ചിട്ട് ഞാൻ പറയാം ഇതെങ്ങനെയുണ്ടെന്ന്. ശരിക്കും പറഞ്ഞ എടുത്തു പറയേണ്ടത് ഇവിടെ ജോയിന്റ് ഫാമിലിയാണ്, കൂട്ടുകുടുംബം. അതായത് ഇത്രയും മെമ്പേഴ്സ് ഇവിടെ താമസിക്കുന്നുണ്ട്. അല്ല, വീടിന് ഞാൻ വേറൊരു പ്രത്യേകത കണ്ടു. 2 ഡോറാണ് വീടിന്. 2 ഡോറാണ്. ഇപ്പൊ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2 ഡോറാണ്. എന്നിട്ട് രണ്ട് വീടിനും 2 പേരുമുണ്ട്. ഒന്ന് ഈശ്വര വിലാസം, ഇത് പ്രസന്നാലയം. പക്ഷേ വീടിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഈ 2 വാതിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അകം മുഴുവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്ത് പോവാം. അപ്പോൾ കുടുംബത്തിന് മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയൊക്കെ ചെയ്യാം, 2 വീടാണെങ്കിലും. അപ്പോൾ ഒരു പ്രത്യേകതയുള്ള വീട്ടിലേക്ക് രുചികൾ അന്വേഷിച്ച് നമ്മൾ ഇടിച്ചു കയറാൻ പോകുന്നു. ടേസ്റ്റ് ഓഫ് കേരളയിൽ ആദ്യമായി കന്യാകുമാരി ജില്ലക്കാരുടെ ഒരു പ്രിയപ്പെട്ട വിഭവം കേരളത്തിൻ്റെ വിഭവമായിട്ട് മാറാൻ പോകുന്നത്. ഇത് പണ്ട് മുതൽ തന്നെ കേരളത്തിൻ്റെ വിഭവമാണ്, എന്നാലും ഞാൻ പറയുമ്പോഴത്തേക്ക് ഒരു സ്റ്റൈലിന് അങ്ങനെ പറയുന്നതാണ്. കേരളത്തിൻ്റെ വിഭവമായിട്ട് മാറാൻ പോകുന്നു, മലയാളത്തിൻ്റെ സ്വന്തം രുചിയാവാൻ പോകുന്നു. അത് നന്ദിനി ചേച്ചിയുടെ ചക്കത്തീയലാണ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ വന്ന സമയത്ത്
ഒരു പിടിവാശിയിൽ ചേച്ചി പിടിച്ചെടുത്ത സ്ഥലമാണിത്. കാരണം ഈ സ്ഥലത്ത് തന്നെ എടുക്കണേ നല്ല ലൊക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാവിന്റെ മൂട്ടി തന്നെ നിന്ന് എടുക്കാന്ന് വെച്ചു. ആണോ? ഇതിൽ നിന്ന് പറിച്ച ചക്ക അല്ലേ? ഓക്കെ അത് കാരണം ചേച്ചിയുടെ പ്രിയപ്പെട്ട പ്ലാവാണ്. ഈ പ്ലാവിൽ നിന്നാണ് ചക്ക എടുത്തിട്ട് ചക്കയുടെ തീയലുണ്ടാക്കുന്നത്. ചെറിയ ചക്ക, സാധാ ചക്കയുടെ പിന്നെ പിഞ്ച് ചക്ക, അതിനെ ഈ ഭാഗത്ത് ഈ പിന്നെ തിരുവിതാംകൂർ ഭാഗത്ത് തന്നെ പറയുന്നത് ഇടിച്ചക്ക എന്നാണ്. അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സ്ഥലം ഇടിച്ചക്ക പ്ലാമൂട് എന്ന് പറയുന്നത് കന്യാകുമാരി ജില്ലയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇടിച്ചക്ക പ്ലാമൂട് എന്നാണ്. കേരളത്തിലെ ചില ഭാഗത്ത് ഇതിനെ കടച്ചക്ക എന്നാണ് പറയുന്നത്. കാരണം ഈ ചെറിയ ചക്ക കായ്ച്ചു വരുന്ന സമയത്ത് എടുത്ത് തോരനും തീയലും ഒക്കെ വയ്ക്കും. പക്ഷേ വടക്കൻ കേരളത്തിലോട്ടൊന്നും തീയൽ വയ്ക്കില്ല. അത് ഈ തിരുവിതാംകൂറിൻ്റെ സ്പെഷ്യൽ. തുടങ്ങാം. ഇതിനെ കാപ്പി അടിച്ച് കൊണ്ടുപോയി നിങ്ങളൊക്കെ വെക്കാൻ പോകും. ഇതിനെ കാപ്പി അടിച്ച് കൊണ്ടുപോയി നിങ്ങളൊക്കെ വെക്കാൻ നോക്കി. തുടങ്ങാൻ പോവാണ് ചേച്ചിയുടെ സ്പെഷ്യൽ ഇടിച്ചക്ക തീയൽ. എഴുതി കേട്ടോ, പേനയും പേപ്പറും ഒക്കെ എടുത്തു. തുടങ്ങാൻ ചേച്ചി. ഇത് എങ്ങനെ ഇടിച്ചക്ക ആദ്യം ഇത് കരിന്തൊലി ചെത്തി കളയും? തൊലി ചെത്തി ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചക്കയുടെ കരിന്തൊലി ചെത്തി കളയും അല്ലേ? ചെത്തി കളഞ്ഞിട്ട് ഈ ഷേപ്പിൽ അരിയണേ. കണ്ട എല്ലാം ഈവൺ ആയിരിക്കണ. വെട്ടി നുറുക്കി ഇടല്ലേ. ഇതാണ് ഈ തീയലിന്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ഇത് ബോയിൽ ചെയ്തെടുക്കും. പുഴുങ്ങി എടുത്ത് വെച്ചിട്ട് എന്റെ പൊന്നെ എനിക്ക് വയ്യ. ഉപ്പിട്ട് മഞ്ഞപ്പൊടി വേണ്ട, വേറെ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ട് വെന്തു. മതി. ഇനി വയ്ക്കാൻ വേണം. മതി. ഇതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു ചെറിയ, എനിക്ക് തോന്നുന്നു അതിന്റെ ആ കറയുടെ ഒക്കെ ആയിരിക്കും. ചക്ക ഇറക്കിന്റെ ഒരു ചെറിയ പുളിയുണ്ട്, ഉപ്പുമുണ്ട്. എല്ലാ കറിയും ലാസ്റ്റിലല്ലേ കടുക് താളിച്ച് നമ്മൾ വയ്ക്കും. ഇത് ഫസ്റ്റില് കടുക് താളിച്ചിട്ട് ഉള്ളി വശക്കി ഒരു ഈസി പ്രൊസീജിയറിന് വേണ്ടിയാണ്, ലാസ്റ്റിൽ ജോലി ഇല്ലാതിരിക്കാൻ. അപ്പോൾ കന്യാകുമാരി ജില്ലയിൽ ചില വാക്കിന് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഉള്ളി വഴറ്റി എന്ന് പറയുമെങ്കിൽ ഇവര് ഉള്ളി വശക്കി എന്ന് പറയും അല്ലേ? വശക്കി. അപ്പോൾ നമ്മൾ വ്യത്യാസം വേണ്ടേ? അതെ, വ്യത്യാസം വേണം. വെറൈറ്റി പഠിച്ചിട്ട് പോവല്ലേ അവിടെ പോയി. ഇനി അടുത്ത എപ്പിസോഡ് മുതൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വശക്കി. അപ്പോൾ ആദ്യം ഇതിനകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകിട്ട് 2 വറ്റൽമുളകിട്ട് കറിവേപ്പില ഇട്ട് കറിവേപ്പില നുള്ളി മുറിച്ചിട്ടു. അത് കന്യാകുമാരി സ്റ്റൈലാണ്. ഇനി പച്ചമുളക് എടുത്ത് 2 പച്ചമുളക്, സാമ്പാർ മുളക്. ഇതിന്റെ കൂടെ ആ ചക്ക ഇടാം. ഇതിന്റെ കൂടെ ചക്ക ഇടും. അപ്പം എണ്ണയിലൊന്ന് വഴണ്ട് വരും. ഇനി ഇതിൽ കുറച്ച് ഉപ്പിടാം. ഉപ്പ് ഫസ്റ്റില് ചക്കയിൽ നല്ലവണ്ണം ഉപ്പിടല്ലേ, ചക്കയ്ക്ക് ഉപ്പുണ്ടോന്നാണ്. അതുകൊണ്ട് ഇല്ലേ, ചക്ക പെട്ടെന്ന് ഉപ്പ് പിടിക്കും. എല്ലാത്തിനും ചക്കയിൽ മാത്രം, ചക്ക പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് മാത്രം ഒരല്പം ഉപ്പിട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരല്പം ഉപ്പ് കൂടിയിട്ട് ആ എണ്ണയിൽ ഒന്ന് വശക്കി എണ്ണയിൽ ചെറുതായിട്ടൊന്ന് വശക്കി എടുക്കണം. എന്ന് വെച്ചാൽ ആ ചക്കയുടെ കഷ്ണങ്ങളിലൊക്കെ ഒരല്പം എണ്ണ പിടിച്ചു വന്നാലേ അതിന് സ്വാദ് ഉണ്ടാവും അല്ലേ? അപ്പൊ ചേച്ചി എണ്ണയിൽ നന്നായിട്ട് ഇടിച്ചക്ക വശക്കി എടുത്തിരിക്കുകയാണ്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇനി ഇതവിടെ വെച്ചിട്ട് തേങ്ങ വറുക്കണം. ഇതൊരു മുറി തേങ്ങ വറുത്ത് തീയലിന് എപ്പോഴും വറുത്തരക്കുകയാണല്ലോ അല്ലേ? കന്യാകുമാരി ജില്ലക്കാരായ നായന്മാരുടെ സ്പെഷ്യൽ ഇടിച്ചക്ക തീയലാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇടിച്ചക്കയും പച്ചമുളകും കടുക് താളിച്ച് വശക്കി വെച്ചു. ഉള്ളിയിട്ട് വശക്കി വെച്ചു. ഇനി നമ്മൾ അടുത്തത് തേങ്ങ വറുത്തെടുക്കാൻ പോവാണ്. അത് 1 മുറി തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയ ഉള്ളി, കറിവേപ്പില,
പിന്നെ തോരൻ തോരൻ പരിപ്പോ അല്ലെങ്കിൽ വടപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, ഏത് പരിപ്പായാലും കുഴപ്പമില്ല. ഇതിനകത്ത് ഒരു അല്പം കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 2-3 ടീസ്പൂൺ ഉലുവ, അല്ല 2-3 ടീസ്പൂൺ പരിപ്പ്, പിന്നെ ഉലുവ 1 ടീസ്പൂൺ, 1 ടീസ്പൂണിനേക്കാളും കുറച്ച് മതി. ഒരു കുഞ്ഞ് സ്പൂൺ ഒരുപാട് കയ്പുണ്ടാവും. ഈ ഉലുവ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കയ്പുണ്ടാവും. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, എന്നിട്ട് നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചേച്ചി പിന്നെ തേങ്ങ നന്നായിട്ട് വശക്കല്ല വറുത്തെടുത്തിരിക്കുകയാണ്. ലൈറ്റ് ബ്രൗൺ കളർ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടത്? മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ. ഓക്കെ. ഇനി മുളക് പൊടി. ഇത് പിരിമുളകാണോ സാധാ മുളക് പൊടി? വലിയ എരിവില്ല ഇത്. ഓക്കെ ഓക്കെ. ഇത് എരിവിനനുസരിച്ച് ഇടാം. ഇപ്പം നമുക്ക് ലാസ്റ്റിൽ നോക്കാം. 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മതി. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നു അല്ലേ? ചൂടായി. വറുത്ത് പൊടിച്ച മല്ലി ആയതുകൊണ്ട് അധികം വറുത്തെടുക്കണം. ഓക്കെ. മതി. ഇനി ഓഫ് ചെയ്യാം. ഇനി അരക്കണം. ഇനി ഇത് അരച്ചെടുക്കണം. അത് വെള്ളം കല്ലിലാണ് അരച്ചെടുക്കുന്നത് അതോ മിക്സിയിൽ തന്നെയാണ്? കല്ലിൽ അരക്കുന്നത് പണ്ടത്തെ അമ്മമ്മമാര് കല്ലിൽ അരക്കുക. അതാണ് ടേസ്റ്റ്. ഇപ്പം കല്ലില്ല. ടേസ്റ്റ് ഇല്ലെങ്കിലും മിക്സിയിലേ അരക്കുള്ളൂ. അപ്പോൾ ഇനി ഇത് അരച്ചെടുക്കണം. ഇത് വെള്ളമൊക്കെ ഒരല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് മഷി പോലെ അരച്ചെടുക്കണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഇപ്പോൾ കണ്ണൂരുകാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നന്നായിട്ട് മൊതിയണം എന്ന് പറയും. ചിലർ പറയും വെണ്ണ പോലെ അരച്ചെടുക്കണം, ചിലർ പറയും വടി അരച്ചെടുക്കണം. ഇവിടെ ഇപ്പോൾ തിരുവിതാംകൂറിനൊക്കെ തെക്കേ അറ്റത്ത് വന്നപ്പോഴത്തേക്ക് പറയുന്നു മഷി പോലെ അരച്ചെടുക്കണം. ഈശ്വര, എന്തായാലും ഇത് അരച്ചെടുക്കണം, നന്നായിട്ട് അരച്ചെടുക്കണം. ഇടിച്ചക്ക വശക്കി വെച്ചിട്ടുണ്ട്. വറുത്തരച്ച അരപ്പും റെഡിയാണ്. വശക്കി എന്ന് പറയുമ്പോഴത്തേക്ക് ചേച്ചി എന്നെ വശക്കേടായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഓക്കെ, തുടങ്ങാം. എന്റെ കറി മൊത്തം ഉപ്പ് നോക്കോ? ഉപ്പ് നോക്കി തീർക്കും. ചൂട്. ഇനി ഇത് നല്ലവണ്ണം തിളച്ചിട്ട് ലാസ്റ്റിൽ ഉപ്പും എരിയും പുളിയും എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടി 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. തിരുവിതാംകൂർ പഴയ തിരുവിതാംകൂറുകാരുടെ ടിപ്പാണ്. അവസാനം ബാലൻസ് എന്തോന്നാണ് കൂടി നിൽക്കണമെന്ന് അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഇത് ശരിക്കും മൊത്തം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോ ഇനി ഞാൻ നേരത്തെ ഒരു അല്പം എരിവ് കൂടുതലാണോ സംശയം പറഞ്ഞുകൊണ്ടാണ് അതിന് വേണ്ടി ഇട്ടിരിക്കാം. പുളി കൂടിയാ അതും എന്തെന്ന് ഇനി അറിയാൻ പറ്റില്ല. അവസാനം ഈ തീയലിന് ബാലൻസ് ചെയ്യാനായിട്ട് എരിവ് കൂടിയോ പുളി കൂടിയോ ഉപ്പ് കൂടിയോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അത് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ വേണ്ട അല്ലേ, ചെറിയ സ്പൂൺ, കുഞ്ഞു സ്പൂണിന്റെ 2 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടു. ഇനി ടേസ്റ്റ് നോക്കാം. ഇനി ടേസ്റ്റ് നോക്കാം. ഇനി ടേസ്റ്റ് നോക്കാം അല്ലേ? ഓക്കെ. സൂപ്പർ. താങ്ക് യു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഒറ്റ കറി മതി ചോറുണ്ണാൻ അല്ലേ? പപ്പടം. വേറെ ഒന്നും വേണ്ട. ചപ്പാത്തിയോടെയും കഴിക്കാം, ചോറിന്റെ കൂടെയും കഴിക്കാം. എന്നാലും ചോറിന്റെ കൂടെ ആയിരിക്കും. ചോറും ചക്കത്തിയലും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ കുശാൽ. പപ്പടം ഉണ്ടോ വീട്ടിൽ? ഇവിടെ ഉണ്ടോ? ആണോ? ചോറ് തരാം. ഓ, വെള്ളച്ചോറ്. നിങ്ങളെ ചമ്പാരി ചോറല്ല, വൈറ്റ് റൈസ്. തമിഴ്നാടിന്റെ ഒരു ഇത് വേണം കാണിക്കാൻ. പൊന്നിയരി വെച്ച്. ഓക്കെ. അപ്പോൾ നല്ല വെള്ള ചോറും ഈ പിന്നെ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഇത് ഇങ്ങനെ ചക്ക ഇതിൽ കിടന്ന് തിളച്ച് അതിലെല്ലാം അങ്ങനെ പിടിക്കും. പുളി ഉപ്പ് എരി എല്ലാം. അപ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. തണുത്ത് സിമ്മിൽ ഒരു 5 മിനിറ്റ്സ് ഇട്ടിട്ട് പിന്നെ ഓഫ് ചെയ്ത് ചൂട് ചോറും വെച്ച് കഴിക്കാം. എന്റെ വീട്ടിലാണെങ്കിൽ അത്രയ്ക്കുള്ള ക്ഷമ ഉണ്ടാവില്ല. പ്രിയ ടീച്ചറാണ് അടുത്ത നമ്മുടെ നായിക.
സാധാരണ ഈ ടീച്ചർമാരെ നമ്മുടെ ഷോയിൽ അടുപ്പിക്കാറില്ല. അതെന്താ? അത് ഇമ്പോസിഷൻ തരിക, ചൂരൽ കഷായം, ചെവിയിൽ പിടിക്കുക, അങ്ങനത്തെ ഇത്യാദി ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല. ആണോ? അത് വലിയ കുട്ടികളായതുകൊണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ടീച്ചറിനെ വെച്ച് എല്ലാ ടീച്ചറിനെ വിലയിരുത്താൻ പറ്റത്തില്ലല്ലോ. ഈശ്വര. അല്ല, തമാശ. അറിയാം, ഞാൻ തമാശ. പക്ഷെ എനിക്ക് അവസാനമായപ്പോഴത്തേക്ക് ടീച്ചർ ഇനി തല്ലോ എന്നുള്ള കണ്ടീഷനായി. ഓക്കെ, നിങ്ങളെ പ്രായത്തിലുള്ള കുട്ടികളെ ഞങ്ങൾ പഠിപ്പിക്കുന്നത് ബി.എഡില്. ശരി. അപ്പോൾ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുക ഞങ്ങൾ ജോലി. ഗുരുക്കന്മാരെ സൃഷ്ടിക്കുകയാണ് ജോലി. അപ്പോൾ ഗുരുക്കന്മാരെ സൃഷ്ടിക്കുന്ന ഒരു ടീച്ചറാണ് പിന്നെ നമുക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അടുത്ത ഡിഷിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. ഇത് കന്യാകുമാരി ജില്ലയിലെ സ്പെഷ്യലാണ്. എന്താണ് പേര്? എണ്ണക്കത്തിരിക്ക. എണ്ണക്കത്തിരിക്ക ഉണ്ടാക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പോൾ ഈ നല്ലെണ്ണ എന്ന് പറയുമ്പോൾ തന്നെ തമിഴ്നാടുകാരാണ് ഏറ്റവും കൂടുതൽ നല്ലെണ്ണ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അല്ലേ? അപ്പോൾ നല്ലെണ്ണ പല പല വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട്. അച്ചാറുകളിൽ പ്രത്യേകിച്ച് അവർ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കുന്ന വിഭവം കന്യാകുമാരി ജില്ലയിലെ സ്പെഷ്യലായ എണ്ണ കത്തിരിക്ക നല്ലെണ്ണ ഒഴിച്ചുണ്ടാക്കാൻ പോകുന്നു. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മാത്രമല്ല, കേടുകൂടാതെ 2 ദിവസം ഫ്രിഡ്ജിലൊന്നും വയ്ക്കും. അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം നല്ലെണ്ണ ഒഴിച്ച് കടുക് താളിച്ചു. അതിനകത്തേക്ക് ചെറിയ ഉള്ളി, ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് ഒരു ചോപ്പ്, ഒരു ചെറിയ ഇതിൻ്റെ പച്ചമണം മാറി ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ കത്തിരിക്ക. ഇതാണ് പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. എത്ര കത്തിരിക്ക? ഇത് 3 കത്തിരിക്ക. മീഡിയം സൈസിലുള്ള 3 കത്തിരിക്ക എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുമുണ്ട്. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് ഈ കത്തിരിക്കയും കൂടെ ഇട്ടെടുക്കുക. ആയോ? ഇത് വാടി തുടങ്ങി. ഇനി ഇതിൻ്റെ മസാല ചേർക്കും. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 നുള്ള് കായപ്പൊടി. പൊടികളെല്ലാം ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പുളിവെള്ളം ചേർത്തു. പുളിവെള്ളം ചേർത്തതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു. അധികം വെള്ളമില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇനി നമ്മൾ ഉപ്പ് ചേർക്കും. ഉപ്പ് തിളയ്ക്കാൻ തുടങ്ങി. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അഥവാ വറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു അല്പം കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അടച്ചു വെച്ച് വേവിക്കുക. ഉഗ്ര മണം വരുന്നുണ്ട്. സാധാരണ ഒരു കറി വേവുന്ന മണമല്ല വരുന്നത്, അല്ലേ? നല്ലെണ്ണയുടെ ആയിരിക്കും. ഉപ്പ് നോക്കിയൊന്നും വേണ്ടേ? ഉപ്പ് നോക്കി. കോൺഫിഡന്റ് ആണോ? അതെങ്ങനെ ടീച്ചറല്ലേ? ഓ, ഉപ്പ് നോക്കണ്ട, ഞാൻ ടീച്ചറല്ലേ, എനിക്ക് മനസ്സിലാവുമെന്ന്. നല്ല മണമാണ്, ഉഗ്ര മണമാണ് വരുന്നത്. അത് സാധാരണ മണമല്ല, സാധാരണ ഒരു കറി വെക്കുന്ന മണമല്ല, ഒരു സ്പെഷ്യൽ മണം, ഒരു തമിഴ്നാട് ചുവ. സൂപ്പർ, ഡെലിഷ്യസ്. Awesome, fantastic. ഇത് ഐറ്റം കൊള്ളാം, സംഗതി കൊള്ളാം. അല്ല, അങ്ങനെയല്ല. അല്ല, ഇത് ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. സാധാരണ ഒരു കറി കഴിക്കുന്ന പോലെ അല്ലല്ലോ. ചപ്പാത്തിയുടെ കൂടെ നന്നായിരിക്കും. അപ്പോൾ എന്തായാലും കന്യാകുമാരി ജില്ലയുടെ രുചി പിടിച്ചു കഴിഞ്ഞു. ഇനി മണവും രുചിയൊക്കെ പിടിച്ച് ഈ വഴിയും വണ്ടി ഓടും, ബൈക്ക് ഓടും. പുതിയ ഐറ്റം പ്രിപ്പയർ ചെയ്ത് ഉഴുന്നിന്റെ ചോറിന് മുട്ടയുടെ തീയലാണ് കോമ്പിനേഷൻ. ഇതൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് വെച്ചേക്കാണ്. അതുകൊണ്ട് ബൈക്ക് ഇനിയും ഈ കന്യാകുമാരി ജില്ല വഴി ഓടാൻ സാധ്യത ഓടിക്കൊണ്ടേയിരിക്കും.